കഴിഞ്ഞ 28 വർഷമായി കേരളം കാത്തിരുന്ന അഭയ കേസിലെ വിധി വന്നത് ഈ കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതിയാണ്. ഈ കോടതി വിധിയിലൂടെ അഭയ കേസിലെ ദുരൂഹത പൂർണ്ണമായിട്ടും മാറി. ആദ്യ ദിവസങ്ങളുണ്ടായിരുന്ന പൊതുബോധത്തിന് വിപരീതമായി ഇപ്പോൾ രൂപം കൊള്ളുന്ന അഭിപ്രായ രൂപീകരണം നൽകുന്ന സൂചന എന്താണ്? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അഭയ കേസിലെ കോടതി വിധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ടോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ, റിട്ടയർഡ് SP അഡ്വക്കേറ്റ് KM ആന്റണി IPS, റിട്ടയർഡ് SP ശ്രീ എബ്രഹാം ചെറിയാൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നത് അഡ്വക്കേറ്റ് എ ജയശങ്കറിലൂടെയാണ്. കഴിഞ്ഞ 28 വർഷമായിട്ട് കേരളം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തുനിന്ന ഒരു വിധി, ആ വിധി സ്പെഷ്യൽ കോടതിയുടെ വിധി ഡിസംബർ 22-ാം തീയതി വരുന്നു. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രബലമായ ഒരു സമുദായം അവരുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു കോൺവെൻറ്റിൽ ഒരു കന്യാസ്ത്രീ ആ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കാണപ്പെടുന്നു. അത് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന 2 പ്രധാന പത്രങ്ങൾ ചരമ പേജിൽ ഒതുക്കുന്നു. മരണം ദുരൂഹമാണ് എന്ന ഒരു സംസാരം കോട്ടയം പട്ടണത്തിൽ അന്ന് തന്നെ പരക്കുന്നു. പക്ഷേ പ്രതികളെ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ ഫലപ്രദമായ അന്വേഷണം നടത്തുന്നതിനുള്ള യാതൊരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. പിന്നീട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് അവരാൽ കഴിയുന്ന രീതിയിൽ ഈ കേസ് തേച്ചുമാറ്റി കളയാനും കുഴിച്ചു മൂടാനുള്ള ശ്രമം നടത്തുന്നു. പിന്നീട് CBI ഏൽപ്പിക്കുന്നു. CBI അന്വേഷണം നടത്തി ആദ്യം തെളിവില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അത് തള്ളുന്നു. വീണ്ടും മറ്റൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. മറ്റൊരു മജിസ്ട്രേറ്റ് അത് തള്ളുന്നു. മൂന്നാമതൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, അതും തള്ളുന്നു. പിന്നീട് പ്രതികളെ അറസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്കും വർഷങ്ങൾ നിരവധി കഴിഞ്ഞു. പിന്നീട് ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നു. അതിനുശേഷം നർക്കോ അനാലിസിസ് അടക്കമുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നു. ഇതിനെല്ലാം ശേഷം ഇതിൽ വിചാരണ നടക്കുന്നു. പ്രതികൾ 28 കൊല്ലത്തിന് ശേഷം ശിക്ഷിക്കപ്പെടുന്നു. ഇവിടെ ദുരൂഹതകൾ ഒരുപാടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് കോട്ടയം പോലെ ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ദുരൂഹ മരണം ഉണ്ടായിട്ട് സഭയുടെ ഭാഗത്തുനിന്ന് ഇതിൽ യാതൊരു ഇടപെടലും ഉണ്ടാകരുത്? ഒന്നാമത്തെ ദുരൂഹതയാണ്. ഉത്തർപ്രദേശിലെ ഗജറൗള എന്ന സ്ഥലത്ത് ഒരു കന്യാസ്ത്രീ മാനഭംഗത്തിന് ഇരയായപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസ്ത്രീകളുമൊക്കെ പട്ടാപ്പകൽ മെഴുതിരി കത്തിച്ച് സമരം നടത്തുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. എറണാകുളത്തും ഉണ്ടായിരുന്നു, കോട്ടയത്തും ഉണ്ടായിരുന്നു, മറ്റ് പ്രധാന പട്ടണങ്ങളിലൊക്കെ ഇതുണ്ടായതാണ്. കോട്ടയം പട്ടണ മധ്യത്തിൽ ഒരു കന്യാസ്ത്രീ ദുരൂഹമായ രീതിയിൽ മരിച്ചിട്ട് സഭയ്ക്ക് ആ കാര്യത്തിൽ യാതൊരു ആകാംക്ഷയും ഉണ്ടായില്ല, യാതൊരു ഉത്കണ്ഠയും ഉണ്ടായില്ല. ഇത് കൊലപാതകമാണ് എന്ന് കേട്ടപ്പോഴും ആർക്കും ഒരു ഞെട്ടലും ഉണ്ടായില്ല, ആർക്കും ഒരു സ്തോഭവും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഈ കൊലപാതകികൾ എന്ന് സംശയിക്കപ്പെടുന്ന കുറ്റവാളികൾ എന്ന് മുദ്രയടിക്കപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനല്ലാതെ ഈ മരണപ്പെട്ട കന്യാസ്ത്രീക്ക് നീതി ഉറപ്പാക്കാനുള്ള യാതൊരു ശ്രമവും സഭയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതാണ് ഈ കേസിലെ ഒന്നാമത്തെ ദുരൂഹത. ആ ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുക. എന്തുകൊണ്ടാണ് സഭയുടെ ഭാഗത്തുനിന്ന് കന്യാസ്ത്രീക്ക് വേണ്ടിയിട്ട് ആ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത്? എന്ന് മാത്രവുമല്ല, ഇതിനു വേണ്ടി നീതി നടപ്പാക്കാൻ വേണ്ടി പുറപ്പെട്ട ആളുകളെ കഴിയുന്ന എല്ലാ വിധത്തിലും അപവദിക്കാനും അവഹേളിക്കാനും ഇവരൊക്കെ ആഭാസന്മാരാണ്, ദുർവൃത്തന്മാരാണ് എന്ന രീതിയിലുള്ള പ്രചരണം നടത്താനും സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ മുന്നിട്ടിറങ്ങിയത് നമ്മുടെ മുമ്പിലുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. അത് രണ്ടാമത്തെ ദുരൂഹതയാണ്. മൂന്നാമത്, ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി കേസ് നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. പയസ്റ്റൺ ഗവൺമെൻറ്റിലെ കുശിനിക്കാരിയായിരുന്ന അച്ചാമ്മ ഹരീഷ് സാൽവെ എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ഫീസ് വാങ്ങിക്കുന്ന വക്കീലിനെ വെച്ച് സുപ്രീം കോടതിയിൽ അറിഞ്ഞു കൊടുക്കാനിടയായ സാഹചര്യം എന്താണ്? ഈ അച്ചാമ്മയുടെ കേസിൻ്റെ വ്യവഹാര ചെലവ് ആരാണ് വഹിച്ചത്? അച്ചാമ്മയ്ക്ക് ഏതായാലും ഹരീഷ് സാൽവയ്ക്ക് ഫീസ് കൊടുക്കാനുള്ള വരുമാനം ഉണ്ടാകില്ല നമുക്കറിയാം. ഹരീഷ് സാൽവെ ആണെങ്കിൽ അച്ചാമ്മയോട് പ്രത്യേകിച്ച് ഒരു കനിവ് തോന്നിയിട്ട് അവർക്ക് വേണ്ടി സൗജന്യമായി കേസ് വാദിക്കുമെന്ന് വിചാരിക്കാനും നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകൾ ഇതിനകത്തുണ്ട്. പോട്ടെ, പ്രതികൾ എന്ന് പറയുന്ന ആളുകളെ കോടതി ശിക്ഷിച്ചതിന് ശേഷം കോട്ടയം രൂപതയിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പ് നിങ്ങൾ വായിച്ചോ? ഞാൻ വായിച്ചു. വളരെ കൗതുകകരമായിട്ടുണ്ട്. അതെങ്ങനെ അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങി? ഇതൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്താണ് അതിൽ കൗതുകം? പത്രക്കുറിപ്പ് വായിച്ചോ? വളരെ കൗതുകകരമായിട്ടുണ്ട്. അതിലെന്താണ് കൗതുകം? പറയൂ. അതിൽ കൗതുകം എന്താണെന്ന് വെച്ചാൽ, സഭയുമായി ബന്ധപ്പെട്ട ഒരു കന്യാസ്ത്രീ കൊല്ലപ്പെട്ടതിൽ
അല്ല, അവരുടെ മരണത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരിക്കുന്നു. ഈ ഉണ്ടായിരിക്കുന്നു. മരിച്ച ആൾ സഭയുടെ പുത്രിയാണ്, ശിക്ഷിക്കപ്പെട്ട ആളുകൾ സഭയുടെ പുത്രന്മാരാണ്. അവരിങ്ങനെ ചെയ്യുമെന്ന് സഭ ഇപ്പോഴും വിചാരിക്കുന്നില്ല. അതെ, ഇങ്ങനെയാണോ ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടത്? അതിനുശേഷം എനിക്കറിയില്ല. എനിക്കത് വായിച്ചപ്പോൾ വലിയ കൗതുകമാണ് തോന്നിയത്. ഓക്കെ, ആ പത്രക്കുറിപ്പിന്റെ രണ്ടാം ഭാഗമുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന്റെ ഏത് പക്ഷത്താണ് എന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ശ്രീ എബ്രാഹിം, അങ്ങ് ഈ വിഷയത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് 28 വർഷമായിട്ട് ഈ വിഷയങ്ങളെയൊക്കെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇത്ര നാളത്തെ ഒരു പ്രോസസ്സ്, അതിൽ പോലീസ് സംവിധാനങ്ങളുടെ വലിയ ഇടപെടലുണ്ട്, പിന്നെ ചില ഗൂഢാലോചനകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ഉന്നയിക്കുമ്പോൾ എന്താണ് താങ്കളുടെ മറുപടി? ഞാൻ ഈ കേസ് ആദ്യമായി കാണുന്നത് ഞാൻ 1999 2000 ക്രൈംബ്രാഞ്ച് SP ആയിട്ട് കോട്ടയത്തിരിക്കുമ്പോൾ ഈ ഫയലുകൾ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കേസ് ഒരു കെട്ടിച്ചമച്ച കേസാണെന്ന് 100% പ്രൂവ് ചെയ്യാൻ കഴിയും. ഈ ലിമിറ്റഡ് ടൈം കൊണ്ട് പറയാനൊക്കത്തില്ല. 50-ലധികം ക്രിസ്റ്റൽ ക്ലിയർ ആയ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ ആരുടെ മുമ്പാകെയും ഹാജരാക്കാം. ഈ കേസിലെ ആദ്യം ഒരു ആരോപണം, ഇപ്പം ഒരു ചെറിയൊരു ആരോപണത്തിന് മറുപടി പറയാം. 28 കൊല്ലം നീട്ടിക്കൊണ്ടുപോയത് പ്രതികളാണെന്നാണ് പറയുന്നത്. പ്രതികളാണോ കോടതിയുടെ വിസ്താര ദിവസവും കോടതിയുടെ പോസ്റ്റിങ്ങും ജഡ്ജി അപ്പോയിന്റ് ചെയ്യുന്നതും എല്ലാം പ്രതിയാണോ? അങ്ങനാണെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ, പ്രതികളെ ശിക്ഷിച്ചില്ല. അപ്പൊ പ്രതികളുടെ എല്ലാം സഭ ഇടപെട്ടു, പ്രതികളുടെ ഇൻഫ്ലുവൻസ് അതങ്ങ് മാറ്റിവെക്കുക. ഇത് കൺട്രോൾ ചെയ്തത് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആണ്. ഇത് മാറ്റിവെച്ചത്, ഇത് തുടങ്ങിയത്, ഡേറ്റ് ഫിക്സ് ചെയ്ത്, അതായത് ഏറ്റവും ലാസ്റ്റില് ഞാൻ പറഞ്ഞു വന്നത് ഈ കേസ് റിപ്പോർട്ടായ 92 മുതൽ 17 വർഷം ഇത് നീട്ടിക്കൊണ്ടുപോയത് CBI ആണ്. ഇത് ചാർജ് കൊടുക്കുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്ത് 2008 നവംബറിലാണ്. ഇത് ചാർജ് കൊടുത്തത് 2009 അതിനുശേഷം 2011 പ്രതികൾ വിടുതൽ ഹർജി നൽകി. 4 ജഡ്ജസ് മാറിപ്പോയി. 2019 വരെ ഈ കേസ് 19 വരെ ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചില്ല. ആരംഭിച്ചതിന് ശേഷം ഈ കേസിലെ പ്രതികൾ നീട്ടിവെക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത ഏക അപേക്ഷ, അതായത് ഏക അപേക്ഷ ഈ വിസ്താരം തീരാറായ സമയത്ത് ഏതാണ്ട് നവംബർ മാസത്തിൽ കോവിഡ് അതിന്റെ പീക്ക് ടൈമിൽ എത്തിയപ്പോൾ ഇവരുടെ പ്രധാന വക്കീലന്മാരായ രാമൻ നായർക്ക് 85 വയസ്സും ജോസിന് 70 വയസ്സും എറണാകുളത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്ക് 1 മാസത്തേക്ക് നീട്ടിവെക്കണമെന്ന് പറഞ്ഞതല്ലാതെ രേഖപ്രകാരം കേരള പ്രതികൾ ഒരു കടലാസ് പോലും ഇതുവരെ ഒരു കോടതിക്കും കൊടുത്തിട്ടില്ല. ഇത് നീട്ടിവെച്ചത് CBI ആണ്. അതിനുശേഷം നീട്ടിവെച്ചത് ജഡ്ജസ് തന്നെയാണ്. അല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു തെളിവ് കാണിക്കും. പക്ഷെ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തിട്ട് പോലും 3 മാസത്തേക്കോ 2 മാസത്തേക്കോ പോലും പ്രതികൾക്ക് വേണ്ടി നീട്ടിക്കൊടുത്തില്ല. അതേസമയം CBIയുടെ ആപ്ലിക്കേഷൻ പ്രകാരം പല പ്രാവശ്യവും നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 2011 മുതൽ 2019 വരെ 4 ജഡ്ജസ് ആണ് ഇത് എടുക്കാൻ മടിച്ചത്. കാരണം വ്യക്തമാണ്, നമുക്ക് രണ്ടുപേർക്കും അറിയാം. കാരണം ജനങ്ങൾ മുഴുവൻ ഇത് കൊലപാതകമാണെന്ന് പറയുന്ന ഒരു ജനങ്ങൾ ഇളകി നീക്കിയുന്ന ഒരു പോപ്പുലർ കേസിൽ ഇത് തെളിവില്ലാതെ വെറുതെ വിട്ടാൽ അവർക്ക് പഴി കേൾക്കേണ്ടി വരുമെന്ന ഭയത്താലാവാം ഒരു പക്ഷേ ഈ ജഡ്ജസ്മാർ അതായത് പൊതുബോധത്തിന് അനുകൂലമായ ഒരു വിധി മാത്രമാണ് എന്നാണ് താങ്കൾ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും 100% അതായിരിക്കാം ഈ ജഡ്ജിമാര് മാറ്റിവെക്കാൻ കാര്യം. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് KM ആന്റണി IPS, 28 വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാലയളവാണ്. ഒരു കേസ് ഇവിടെ ഒരു വിധിയിലേക്ക് എത്തുന്ന ഈ ഒരു കാലഘട്ടം വളരെ വലുതാണ്. ഇത്രയും ഒരു കാലഘട്ടം ഉണ്ടാകാനുള്ള കാരണം അഡ്വക്കേറ്റ് ജയശങ്കർ ആരോപിക്കുന്നത് പോലുള്ള ഏതെങ്കിലുമൊക്കെ ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ട്, അവരുടെ പണവും അവരുടെ സമ്പാദ്യവും എല്ലാം കൊണ്ട്, അല്ലെങ്കിൽ ഹരീഷ് സാൽവെ പോലുള്ള വക്കീലുകളുടെയൊക്കെ സാന്നിധ്യം കൊണ്ട്, അത്തരം എക്സ്റ്റേണലായ ഇടപെടലുകൾ കൊണ്ടാണോ ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകാനുള്ള കാരണമായത്? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ 92 ഈ കേസ് ഉണ്ടാകുന്ന കാലം തൊട്ട്
ആദ്യം 17 ദിവസം ലോക്കൽ പോലീസും പിന്നീട് 9.5 മാസത്തോളം ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. അതിനുശേഷം 93-ൽ തന്നെ, അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം CBI ഈ കേസ് ഏറ്റെടുത്തിട്ടുള്ളതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു 15 വർഷത്തോളം, ഇന്ന് വരെയല്ല 15 വർഷക്കാലം CBI അന്വേഷിച്ചതിന് ശേഷമാണ് 3 പ്രതികളെ കണ്ടെത്തുന്നത്. അപ്പം അതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ആത്മഹത്യയാണ് എന്നും കൊലപാതകമാണ് എന്നും തർക്കം നിലവിലുള്ളതാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത് കണ്ടുപിടിക്കാൻ തന്നെ 15-ലോ 16-ലോ അധികം വർഷങ്ങൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കേസ് ഏതാണ് എന്ന് നിശ്ചയിക്കാൻ പോലും അത്രയും കാലഘട്ടമെടുത്ത ഒരു കേസ് ശരിക്കും പറയുകയാണെങ്കിൽ അത് സങ്കീർണമായിട്ടുള്ള, അതീവ സൂക്ഷ്മതയുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ളൊരു കേസാണ്. ആ കേസ് ഇത്ര കാലഘട്ടമെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത് ആരാണ് ഇതിനകത്ത് ഇടപെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ആരോപണങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കേസിന് കാരണക്കാർ, അല്ലെങ്കിൽ കേസിൻ്റെ കാലതാമസത്തിന് കാരണക്കാരെന്ന് പറയുന്നത് സഭയോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടവരോ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് സംബന്ധമായ വ്യക്തമായ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കാരണം, അല്ലെങ്കിൽ ഒരു തെളിവ് ആർക്കും ഇന്ന് വരെ നൽകാൻ സാധിച്ചിട്ടില്ല. ഇത്തരം സങ്കീർണമായ ഒരു കേസിന് സ്വാഭാവികമല്ലെങ്കിലും ഇത്ര കാലഘട്ടം എടുത്തതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയം അല്ലെങ്കിൽ അതിശയമുണ്ടെങ്കിൽ പോലും അത് കേസ് അവസാന ഘട്ടത്തിൽ തെളിയുകയും 28 വർഷം എടുത്താൽ പോലും ആ കേസ് അത്തരത്തിൽ അന്വേഷിച്ച് തെളിവിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് മറ്റേതെങ്കിലും രീതിയിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇതിനകത്ത് അന്വേഷണം ഡിലേ ആക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അങ്ങനെ അത്തരത്തിലൊരു അഭിപ്രായം ഉള്ളതല്ല. അതാണ് എൻ്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ഇവിടെ ഈ കേസിന്റെ വിധി വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, അടക്ക രാജു എന്ന് പറഞ്ഞ അദ്ദേഹം വളരെ പരസ്യമായിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, കഞ്ചാവടിച്ച് കിറിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ കേസിനാസ്പദമായ സംഭവം കാണുന്നതും അദ്ദേഹം ഈ കേസിന്റെ ഈ വിധി നിർണ്ണയത്തിൽ ഒരു സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം ഒരു സാക്ഷിയാണ്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതികൾ തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇവർക്കൊരു പക്ഷേ മറ്റൊരു കോടതിയിലേക്ക് മുന്നോട്ട് പോയാൽ മറിച്ചൊരു വിധിക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്? കാരണം നമ്മൾ ഈ ദിവസങ്ങളിൽ ഫോറസ്റ്റ് സർജനായിട്ടുള്ള ഡോക്ടർ കൃഷ്ണന്റെയൊക്കെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ വളരെ ദുർബലമായിട്ടാണ് ഈ വിധി ഇവിടെ ക്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതൊക്കെ പറയുന്നു. അങ്ങൊരു നിയമവിദഗ്ധൻ കൂടിയാണല്ലോ. ഈ വിധിമായ മുഴുവൻ വായിച്ച് നോക്കുമ്പോൾ എത്രത്തോളം കോൺക്രീറ്റ് ആണ് ഈ വിധി, എത്രത്തോളം ക്ലാരിറ്റിയോടെയാണ് ഈ വിധി നിർണ്ണയിച്ചത് എന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ നിലപാട്? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ നിങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല കോടതി വിധിക്കുന്നത്. കോടതിയുടെ മുമ്പിലുള്ള ചാർജ് എന്താണ്, അതിൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് ഹാജരാക്കിയിട്ടുള്ള സാക്ഷികൾ ആരൊക്കെയാണ്, അവരുടെ രേഖകൾ എന്തൊക്കെയാണ്, രേഖാമൂലമായ തെളിവുകൾ അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ, ഇതെല്ലാം വിലയിരുത്തി പ്രതിഭാഗത്തു നിന്നുള്ള ഗംഭീരമായ ക്രോസ് വിസ്താരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷികൾ എന്തുമാത്രം ഇളകിയിട്ടുണ്ട്, അവരുടെ മൊഴിക്ക് എന്തുമാത്രം വിശ്വാസ്യതയുണ്ട് എന്ന് ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ജുഡീഷ്യൽ ഓഫീസർ പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി കൽപ്പിച്ചിട്ടുള്ളത്. ഈ അടക്ക രാജുവിനെയൊക്കെ നമുക്ക് ശാസ്ത്രീയ തെളിവുകൾ കൂട്ടാൻ പറ്റുമോ? ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. തീർച്ചയായും പറയും. അടക്ക രാജു വിശ്വാസയോഗ്യനായ ഒരു സാക്ഷിയാണെന്ന് ജില്ലാ ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മൊഴി, അദ്ദേഹം ചിലപ്പോൾ കഞ്ചാവ് കുടിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ കള്ളു കുടിക്കുന്ന ആളായിരിക്കും. അതൊക്കെ വേറെ കാര്യമാണ്. കള്ള് ഷാപ്പിലിരിക്കുമ്പോൾ കള്ളു കുടിക്കുന്നു വെച്ചാൽ അയാൾ പുറത്തിറക്കുമ്പോൾ ബോധത്തോടി സംസാരിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ തീരുമാനിക്കാനാണ് ഒരു ജില്ലാ ജഡ്ജിയെ കേസ് വിചാരണയ്ക്ക് നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷി യോഗ്യനാണ്, അയാൾ പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ശിക്ഷിച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ വേറെ കോടതിയുണ്ട്, ഹൈക്കോടതി. അവിടെ ഇതേ സംഗതികൾ വസ്തുതാപരമായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും രണ്ടാമത് കൂലങ്കഷമായി പരിശോധിക്കപ്പെടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് ഹൈക്കോടതിക്ക് തോന്നിയാൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും പ്രതികൾക്ക് കിട്ടും. അപ്പോഴും നമ്മൾ പറഞ്ഞതിൽ ഞാനോ നിങ്ങളോ ചർച്ച ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതിനാണ് ഈ നീതിന്യായ സംവിധാനം. അത് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അതുമല്ല ഈ വക്കീലന്മാരോ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല. അതിന് കോടതി എന്ന് പറഞ്ഞാൽ വേറെ സംവിധാനമാണ്. അവിടെ പൊതുബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനത്തിലെത്തുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടും.
അതിനാണല്ലോ ഹൈക്കോടതിയിൽ അപ്പീൽ വെച്ചേക്കുന്നത്. തീർച്ചയായും. ഈ ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള പരാതികൾ പരിശോധിക്കപ്പെടാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടാക്കാനുമാണ്. ശ്രീ എബ്രാഹിം, അതായത് ഇവിടെ ഞാൻ ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. ആദ്യം ഈ പറയുന്ന കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നയാൾ 2 പേരെ കണ്ടു എന്ന് പറയുന്നു, 3 പേരെ കണ്ടു എന്ന് പറയുന്നു. ഈ പല ഘട്ടങ്ങളിൽ ഇദ്ദേഹം പല രീതിയിലാണ് സംസാരിക്കുന്നത്. മാധ്യമങ്ങളെ കാണുമ്പോൾ മറ്റൊരു രീതിയിൽ വരുന്നു. അതൊക്കെ ജയശങ്കർ പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം കോടതിക്ക് അത് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് കോടതി എന്ന്. എന്നാൽ ഞാൻ അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടുത്ത കാലത്ത് വായിച്ചു. അതായത് അങ്ങ് പറയുന്നത് ഇതാണ്: ഓൾറെഡി ഇത് ക്രാഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു പ്ലാൻ, ഒരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. CBI ആ ഒരു സ്ക്രീൻ പ്ലേക്കുള്ള കഥാപാത്രങ്ങളെ കൃത്യമായി ഇവിടെ പ്ലേസ് ചെയ്യപ്പെടുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരാളാണ് രാജു എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ നിലപാടിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിയിരിക്കുന്നത്? അടക്ക രാജുവിനെ പറ്റി മാധ്യമങ്ങൾ പറഞ്ഞു പഴകിയതാണ്. ഞാൻ എൻ്റെ വിലയേറിയ സമയം അതിനധികം കളയുന്നില്ല. എനിക്ക് അതിനേക്കാളും സ്ട്രോങ് പോയിന്റ് എൻ്റെ കയ്യിലുണ്ട്. ഒടുവിൽ സമയം കിട്ടിയാൽ അടക്ക രാജുവിനെ പറ്റി ഞാൻ പറയാം. ഈ കേസിലെ 12ാം സാക്ഷി കളർകോട് വേണുഗോപാലൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ആരാണ്? അഡ്വക്കേറ്റ് ജയശങ്കറിന് അറിയാമല്ലോ. നിങ്ങൾക്കറിയത്തില്ലേ? ഞാൻ പറയാം. സ്ഥിരമായി അച്ഛന്മാർക്കെതിരായിട്ട് കേസ് നടത്തി. പോട്ട കേസിലെ അച്ഛന്മാർക്കെതിരായിട്ട് അദ്ദേഹം കമ്മ്യൂണൽ ആണോ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. സ്ഥിരമായി അച്ഛന്മാർക്കെതിരായിട്ട് സ്ഥിരം കേസ് നടത്തി. ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ അച്ഛന്മാർക്ക് എതിരായിട്ട് പിന്നെയും നടത്തി. ഒരു കേസ് നടത്തി, അത് വെറുതെ വിട്ട് അതേ കേസ് തന്നെ വീണ്ടും അച്ഛന്മാരെ എങ്ങനെ കണ്ടാൽ പിടിക്കണമെന്ന് പറഞ്ഞാൽ പോട്ടയിലെ അച്ഛന്മാർക്ക് വേണ്ടി വീണ്ടും ഒരു കേസ് അദ്ദേഹം കള്ളക്കേസ് നടത്തിയപ്പോൾ ഈ വിവരം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി മേലാൽ ഇവിടെ കയറി പോകരുതെന്ന് പറഞ്ഞ് റെക്കോർഡുണ്ട്. അദ്ദേഹത്തെ ശാസിച്ചു വിട്ട ഒരു ക്രിസ്ത്യൻ വിരോധിയെയാണ് ഇവർ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ 100 കണക്കിന് സൈക്കാട്രിസ്റ്റുകളുണ്ട്, ഇത് അറിയാവുന്നവരുണ്ട്, അദ്ദേഹത്തിന്റെ സ്വന്തം ബന്ധുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, വക്കീലന്മാരുണ്ട്. ഇവരെ ഒന്നും കാണാതെ ഈ അച്ഛന്മാരെ മാത്രം എതിരായിട്ട് കേസ് കൊടുത്ത് സുപ്രീം കോടതി പോലും സ്ട്രിക്ചേഴ്സ് എഴുതിവിട്ട ഈ കളർകോട് വേണുഗോപാലിനെ തന്നെ അദ്ദേഹം പോയി കണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പ്ലാന്റഡ് വിറ്റ്നസ് അല്ലാതെ പിന്നെ ആരാണ്? അതുപോലെ തന്നെ അടക്കാരാവിനെ പറ്റി എനിക്ക് ഒത്തിരി പറയാനുണ്ട്. അതിനേക്കാളും വലിയ പ്രധാനമായ ജയശങ്കർ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയാം. മറുപടി ഉണ്ട് ജയശങ്കറിന് പറയാം. ഈ കേസ് ആദ്യം എങ്ങനെ വന്നു എന്നതിനെ പറ്റി അദ്ദേഹം KK ഉത്തരനെയൊക്കെ വലിയ പുകഴ്ത്തി പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ ന്യായബോധം കൊണ്ടാണ്. KK ഉത്തരന്റെ കോടതി ഉത്തരവ് താങ്കൾ വായിച്ചിട്ടുണ്ടോ? 20/7/97 ഈ കേസ് KK ഉത്തരൻ മുമ്പാകെ വന്നപ്പോൾ ഉത്തരൻ സുപ്രധാനമായ ഒരു വിധി ഓർഡർ എഴുതിയുണ്ടായി. അതിൻ്റെ അകത്തെ പാര 3ഉം 4ലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കേസിലെ തൊണ്ടിമുതലുകൾ മുഴുവൻ നശിപ്പിച്ചത് RDO കോടതിയിലെ സ്റ്റാഫ് ആണ്, നിസംശയം പറയാം. എന്നിട്ട് അദ്ദേഹം ഒരു കുസൃതിയുടെ കാണിച്ചു വെച്ചു. ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. RDO കോടതി ഇത് നശിപ്പിക്കുന്നതിനായി ഉത്തരവിട്ടു. ഈ ഉത്തരവും പ്രകാരം RDO കോടതിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഏറ്റുവാങ്ങി നശിപ്പിച്ചു കളഞ്ഞു. അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നിർത്തി 6 മാസം കഴിഞ്ഞ് CBIയുടെ അന്വേഷണത്തിരിക്കെ CBI അന്വേഷണം ഏറ്റെടുത്ത് 97 ദിവസം കഴിഞ്ഞപ്പോൾ RDO കോടതി അവരുടെ KDIS 25/80/92 നമ്പർ ഫയലും പ്രകാരം, അതായത് ഒരു ഫയലുണ്ട്, RDO കിഷോറിന്റെ ഉത്തരവ് പ്രകാരം ഇത് നശിപ്പിച്ച് കളഞ്ഞതാണെന്ന് RDO കോടതിയിലെ സ്റ്റാഫ് സമ്മതിക്കുന്നു. ജയശങ്കർ മറച്ചു വെക്കുന്ന പലതും ഉണ്ട്. അതിനുശേഷം ശ്രീമാൻ ആന്റണി മൊറൈസ് വന്നു. അദ്ദേഹം 28/3/2000 ഒരു ഉത്തരവ് പ്രകടിച്ചു. ഈ കേസിലെ സാധനങ്ങൾ മുഴുവൻ, തൊണ്ടി സാധനങ്ങൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞത് RDO കോടതി തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഈ കേസ് CBIക്ക് വിട്ടുകൊടുത്തതിന് ശേഷം CBIയുടെ അന്വേഷണത്തിൽ ഇരിക്കവെയാണ് ഈ തൊണ്ടി സാധനങ്ങൾ നശിപ്പിച്ച് കളഞ്ഞത് എന്ന് ശ്രീമാൻ ആന്റണി മൊറൈസ് പറയുന്നു. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഈ കേസ് CBIക്ക് വിട്ടുകൊടുത്ത് പത്ര റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം CBI അന്വേഷണം ഏറ്റെടുത്ത ശേഷം നാട്ടുകാർക്കും ലോകത്തിലുള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഈ സാധനം നശിപ്പിച്ച് കളഞ്ഞത്
ദുരൂഹ സാഹചര്യത്തിലാണ് ഒരു നിമിഷം ഈ പറയുന്ന തൊണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണ്? ഈ കേസിന്റെ ഒരു പ്രതി പട്ടികയെ മാറ്റിമറിക്കുന്ന തൊണ്ടികളാണോ? യെസ്, ഇതിന്റെ കേസ് ഇത് മാത്രം വായിച്ചാൽ കേസ് ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. അതായത് കേസ് കോടതിയിൽ പോലും, സെഷൻസ് കോടതിയിൽ പോലും വരേണ്ട കാര്യമില്ലാത്തൊരു കേസാണ് ഇത്. ആദ്യം ഇത് ഡിസ്ചാർജ് ചെയ്യേണ്ട ഒരു കേസേ ഉള്ളൂ. അതായത് ഈ കേസിൽ അഭയയുടെ ശിരോവസ്ത്രം, അഭയയുടെ ചപ്പല്, അഭയയുടെ പേഴ്സണൽ ഡയറി, അഭയയുടെ ചപ്പൽസ്, അഭയയുടെ പ്ലാസ്റ്റിക് കുപ്പി, ഈ സാധനം എന്നിവയടങ്ങുന്ന അണ്ടർവെയർസ്, എല്ലാ സാധനങ്ങളും നശിപ്പിച്ച് കളഞ്ഞ് RDO കോടതിയാണെന്ന് ആന്റണി മൊറൈസ് പറയുന്നു. തീർന്നില്ല, ഇനിയുണ്ട്. ഈ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഞാനിന്ന് പറയുന്നുള്ളൂ. എനിക്ക് അതിന് മാത്രം സമയം തന്നാൽ മതി. അതിന് ശേഷം ഈ കേസ് നശിപ്പിക്കുന്ന എപ്പോഴാണെന്നറിയോ? CBI കോടതി അന്വേഷണം ഏറ്റെടുത്ത് 79 ദിവസങ്ങൾക്ക് ശേഷം CBI ആയ വർഗീസ് തോമസിന്റെ അന്വേഷണത്തിൽ ഇരിക്കവെയാണ് ഈ RDO കോടതിയിലെ സാധനങ്ങൾ നശിപ്പിച്ചത്. വർഗീസ് താമസിക്കുന്ന RDO കോടതിയിൽ നിന്നും വെറും 50 മീറ്റർ അകലെ പോലീസ് ക്ലബിലാണ് ഈ ഉത്തരം പറഞ്ഞത്. ഈ അന്വേഷണം ഏറ്റെടുത്ത വിവരം അദ്ദേഹം അവിടെ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. സാമുവൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അല്ല ക്രൈംബ്രാഞ്ച് SP റിപ്പോർട്ട് കൊടുത്തു, ഞാൻ ഈ അന്വേഷണം ഏറ്റെടുത്തു. ആ വിവരം ഇദ്ദേഹം RDO കോടതിയെ അറിയിച്ചിട്ടില്ല. കൺസേൺഡ് കോടതിക്കോ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്കോ അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. എങ്കിൽ ഇത് നശിപ്പിക്കയില്ലായിരുന്നു. വീണ്ടും ഉണ്ട് വർഗീസിന്റെ കള്ളക്കളി. ഇതാ വരുന്നു വർഗീസ്. ഈ സുപ്രസിദ്ധമായ കേസ് ഇന്ത്യയിലെ സൂപ്പർ കോപ്പുകളായ CBI അന്വേഷണം തുടങ്ങിയത് 3 മാസം കഴിഞ്ഞാണ്. അഡ്വക്കേറ്റ് ജയശങ്കറെ, നിങ്ങളെ പോലല്ല പത്രക്കാർ വിചാരിച്ചാൽ ഒരു പുല്ലും നടക്കത്തില്ല, ഒരു ചുക്കും നടക്കത്തില്ല. നിങ്ങൾ മനഃപൂർവ്വം കള്ളം പറയാൻ ഇറങ്ങിയിരിക്കുകയെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. കാരണം ഈ കേസിലെ സുപ്രസിദ്ധ അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലമായ ഗവൺമെന്റ് സന്ദർശിക്കുന്ന 3 മാസം കഴിഞ്ഞാണ്. അതായത് ഈ കേസ് ഫയൽ 29/3 മൂന്നാം മാസത്തിൽ ഏറ്റെടുത്ത് അദ്ദേഹം ആരംഭിക്കുന്നത് 3 മാസം കഴിഞ്ഞാണ് അന്വേഷണത്തിന് പുറപ്പെടുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലോ കേരളത്തിന്റെ ചരിത്രത്തിലോ നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്രയും സുപ്രസിദ്ധമായ ഒരു കേസ് 3 മാസം കഴിഞ്ഞ് ഈ സാധനങ്ങൾ നശിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം അന്വേഷണം തുടങ്ങുന്നത്? മനഃപൂർവ്വം. പിന്നെ ഇനിയുണ്ട് CBI ആക്ട് ക്ലോസ് 10 സെക്ഷൻ 10 ക്ലോസ് 8 പറയുന്നു, ഒരു അന്വേഷണം CBI ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ താനാണ് അന്വേഷണം ഏറ്റെടുത്തതെന്നും ഇത് നശിപ്പിക്കരുതെന്നും കാണിച്ച് കോടതിക്ക് റിപ്പോർട്ട് പറയണം. ക്ലോസ് 10 സെക്ഷൻ 10 ക്ലോസ് 8 പറയും, ഇറ്റ് ഈസ് ടു സീ ദാറ്റ് whenever a new case is taken over by the CBI unit, the unit officer, the investigation officer who is in charge of the unit, he should give a report to the concerned court and see that the articles are not destroyed. അതായത് 6 മാസം മുമ്പ് അന്വേഷണം നിർത്തി അത് കഴിഞ്ഞ് ഫൈനൽ റിപ്പോർട്ടും ചെയ്ത സാമുവലാണ് ഇത് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കും? സംസാരിക്കുന്ന ഫയലുണ്ട് ഇവിടെ. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ ശ്രീ എബ്രഹാം തരകൻ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ദുരൂഹമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, ഇവിടെ ഇദ്ദേഹം വാദിച്ച ഈ പോയിന്റൊക്കെ കോടതിയിൽ വാദിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. വാദിച്ചല്ലോ. കേരള സംസ്ഥാനത്ത് വാദിച്ചില്ലെന്ന് ആര് പറഞ്ഞു? വാദിച്ചില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് തെളിയിക്കാവോ? ഞാൻ തെളിയിക്കാം. വാദിക്കാൻ തെളിയിക്കാം. ചർച്ചയിലാണ്. പറയൂ. നിങ്ങൾ പോലീസുകാരനെ ഞാൻ പ്രതിയുമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്തെന്ന് വെച്ച് കുറച്ച് മര്യാദയോട് സംസാരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ നിങ്ങൾ കേൾക്കുക. ഇദ്ദേഹം പറഞ്ഞ ഈ പോയിന്റ് എല്ലാം കോടതിയിൽ വാദിച്ചതാണ്. ഇത് ഡിസ്ചാർജ് പെറ്റീഷനിൽ വാദിച്ചതാണ്, ഹൈക്കോടതിയിൽ വാദിച്ചതാണ്, സുപ്രീം കോടതിയിൽ വരെ വാദിച്ചതാണ്. പക്ഷേ ഈ വാദം സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണല്ലോ കോടതിയിൽ ട്രയൽ നടത്തേണ്ടതെന്ന്. ട്രയൽ കോടതിയിൽ വീണ്ടും വാദിച്ചതാണ്. അപ്പോഴും കോടതിക്ക് ബോധ്യപ്പെട്ടില്ല. കോടതിക്ക് ബോധ്യപ്പെട്ടത് ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും കുറ്റക്കാരാണ് എന്ന കാര്യമാണ്. അതിനാണ് തെളിവുണ്ടായിരുന്നത്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷിച്ചത്. ഇനി ഇതേ വാദം ഹൈക്കോടതിയിൽ വീണ്ടും വാദിക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇത് തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് കോടതിയിൽ വാദിക്കേണ്ട കാര്യങ്ങൾ കോടതിയിൽ വാദിക്കണം.
അന്വേഷണത്തിൽ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം. അത് പ്രതിയുടെ അവകാശമാണ്. ഇത് പല ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചാണ്. ഇനി ചൂണ്ടിക്കാണിക്കുന്നതിന് യാതൊരു തകരാറുമില്ല. അച്ഛൻ പൂജപ്പുര ജയിലിലും സിസ്റ്റർ സെഫി അട്ടക്കുളങ്ങര ജയിലിലും കിടക്കുന്നത് നമ്മുടെ ചർച്ചയുടെ ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ അല്ല. ഇതൊരു പൊതു പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് എൻ്റെ കുടുംബക്കാരും അല്ല ഇവരാരും. മരിച്ച അഭയെ എനിക്ക് യാതൊരു പരിചയവുമില്ല. അഭയ്ക്ക് നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് മറ്റു വിധത്തിൽ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ല. ഇനി നീതി കിട്ടിയില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഛേദവുമില്ല. ഇതൊരു പൊതുപ്രശ്നം എന്നുള്ള രീതിയിലാണ് ഞാനും എന്നെ പോലുള്ള ആളുകളും ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. മരിച്ചുപോയ KE മാമന് ഓർമ്മയില്ലേ, ഗാന്ധിയൻ? അദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് ഈ സമരത്തിൽ പങ്കെടുത്ത്? നല്ല ഒന്നാം തരം സത്യ കത്തോലിക്കനായ ലോനപ്പൻ നമ്പാടൻ എന്തിനാണ് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്? അദ്ദേഹത്തിന് എന്തിൻ്റെ അസുഖമായിരുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അദ്ദേഹം ക്രിസ്ത്യൻ വിരോധിയാണോ, കത്തോലിക്ക മതവിരോധിയാണോ എനിക്കറിയില്ല. ലോനപ്പൻ നമ്പാടൻ മരിക്കണവരെയും ഒരു വിശ്വാസിയായിട്ട് ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഈശ്വര വിശ്വാസി എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരനായിട്ട് തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഈ ലോകത്ത് ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നത് ഒരു വിധത്തിൽ വളരെ മോശപ്പെട്ടൊരു പ്രവണതയാണ്. അങ്ങനെ പറയുന്നവർക്ക് പറയാം. ഞാൻ മാത്രം സർവജ്ഞനാണ്, എനിക്കെല്ലാം അറിയാം, എനിക്ക് തെളിവ് നിയമം അറിയാം, ഞാൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നീതി കുളിച്ചിട്ടുള്ള ആളാണ്, കേസ് അന്വേഷണം ഇങ്ങനെയെല്ലാം നടത്തേണ്ടത്, ആദ്യം കേരള പോലീസ് നടത്തിയ അന്വേഷണം വിശ്വോത്തരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതുകൊണ്ട് ഫലമില്ല. കാരണം എന്താ? സിസ്റ്റർ സെഫി ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിൽ കിടക്കുന്നു. അതെ അതെ. നമ്മുടെ അച്ഛൻ പൂജപ്പുര ജയിലിൽ കിടക്കുന്നു. രണ്ടുപേരും ഗോതമ്പുണ്ട കഴിച്ച് അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നു. ഇതാണല്ലോ യാഥാർത്ഥ്യം. നമ്മളിവിടെ നിന്ന് തർക്കിച്ചിട്ടത്തെ കാര്യമുള്ളത്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് KM ആന്റണി IPS, അതായത് ഇവിടെ നമ്മൾ ചർച്ചയിൽ വന്നപ്പോൾ ഉയർന്നു കേട്ടൊരു വാക്കാണ് പൊതുബോധം എന്ന് പറയുന്നത്. ഈ പൊതുബോധം നിർമ്മിക്കപ്പെടുന്നത് ഈ കേസുകളെയൊക്കെ സ്വാധീനിക്കാറുണ്ട്. ഞാൻ ഒരു കേസിനെ കുറിച്ചല്ല പറയുക. ഇവിടെ ആദ്യഘട്ടത്തിൽ ചിലർ സൂചിപ്പിച്ചതുപോലെ ചില കേസുകൾക്കൊക്കെ ഒരു പൊതുബോധം ഓൾറെഡി ഇവിടെ ടെംപ്ലേറ്റ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാകാം. ആ ടെംപ്ലേറ്റുകൾക്ക് അനുകൂലമായിട്ട് ചില കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാനുണ്ടല്ലോ. ഈ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം ഇത്തരത്തിലൊന്നാണ് ഈ അഭയ കേസിൽ കാണുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിപ്പം സംഭവം ഉണ്ടായിട്ട് 28 വർഷങ്ങളായി. അതിനോടകം തന്നെ മീഡിയാസും അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള മാധ്യമങ്ങളും ഇത് സംബന്ധമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ ആളുകൾക്കും ഇതൊരു കൊലപാതകമാണ് എന്ന് ആദ്യകാലം തന്നെ ആ രീതിയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൊലപാതകം ഉണ്ടെങ്കിൽ അതിനൊരു പ്രതി വേണം. അപ്പോൾ പ്രതി മാത്രം പോരാ, പ്രതി വന്നു കഴിഞ്ഞാൽ പ്രതിയെ കോടതി ശിക്ഷിക്കപ്പെടുകയും വേണം. അത് സ്വാഭാവികമായിട്ടും സൃഷ്ടിക്കപ്പെടാവുന്ന ഒരു പൊതുബോധമാണ്. അതിപ്പോൾ അത് ഏത് കേസിലാണേലും, ഈ കേസ് മാത്രമല്ല മറ്റേത് കേസാണേലും ഇത്തരത്തിലുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ മനസ്സിലൊരു അഭിപ്രായം എല്ലാ വ്യക്തികൾക്കും, ഇതുമായി ബന്ധപ്പെട്ടവർക്കും അതുപോലെ തന്നെ ചാനലുകളോ പത്രങ്ങളോ മറ്റു മീഡിയാസോ കാണുന്ന ഏതൊരാൾക്കും ഉണ്ടാകാവുന്നതാണ്. അത് അത്തരത്തിലുണ്ടാകുന്ന ആ തോന്നലുകൾ ക്രോഡീകരിച്ചല്ലെങ്കിൽ അതിന് ശരിയായ രീതിയിലുള്ളൊരു ഉത്തരം അല്ല കൊടുക്കുന്നതേ എങ്കിൽ അത് ആ പൊതുബോധത്തിന് വിരുദ്ധമായിട്ടുള്ള, പൊതുബോധത്തിന് നിരക്കാത്തതായ തീരുമാനങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പൊതുജനങ്ങൾ മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ പൊതുവിലോ അല്ലെങ്കിൽ ഈ മീഡിയ മുഖേനയോ അംഗീകരിക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷണത്തെയും മറ്റുമൊക്കെ ഒരു പരിധിവരെ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെ, വ്യക്തമാണ്. ശ്രീ എബ്രാഹിം, ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഈ പറയുന്ന കോടതിയുടെയൊക്കെ മുമ്പിൽ വന്നിട്ടുണ്ടാതാണ്. അതിന് കോടതിക്ക് അത് കൺവിൻസ്ഡ് ആകാത്തത് കൊണ്ടാണ് ഇതിൽ ഇങ്ങനൊരു വിധി വന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് വാസ്തവമല്ലേ? എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഇതിന് മറുപടി പറയാൻ എൻ്റെ മാന്യത അനുവദിക്കുന്നില്ല. കാരണം ഒരു കോടതി അലക്ഷ്യത്തിലേക്ക് ഞാൻ നീങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ജഡ്ജിയെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വസ്തുതകൾ ശ്രീമാൻ ജയശങ്കർക്ക് നിഷേധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്കേ. 100-ലധികം ആളുകളുടെ മുമ്പിൽ വെച്ച് നടന്ന ഒരു ഇംഗ്ലീഷ് റിപ്പോർട്ടിലും ഒരു ചോദ്യത്തിലും കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രത്തിൽ ഒരു മുറിവോ ഒരു പാടോ ഒരു കീറലോ ഒരു രക്തത്തിന്റെ കറകളോ ഇല്ലായിരുന്നു എന്ന് സാക്ഷികൾ ഒന്നടങ്കം പറയുന്നു. അപ്പോൾ ഇത് നശിപ്പിക്കേണ്ട ശ്രീമാൻ വർഗീസ് തോമസിന്റെ ആവശ്യമാണ്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുള്ള ഫയല് അദ്ദേഹം RDO കോടതി സ്റ്റാഫിനെ കൊണ്ട് നശിപ്പിച്ചു.
ഈ സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചത് RDO കോടതി തന്നെയാണ് എന്നാണ് നന്ദകുമാരൻ പറയുന്നത്. ആ തൊണ്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് വ്യക്തമാകുമായിരുന്നോ? അങ്ങനെയാണ് താങ്കൾ വേണ്ടല്ലോ. വർഗീസ് പി തോമസിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അദ്ദേഹം പറയുക RDO, എന്നിട്ട് കുറ്റവാളി അത് കഴിഞ്ഞ് അദ്ദേഹം മറുപടി കൊടുത്തത് വർഗീസ് പി തോമസിനെ അല്ല, മുരളീധരനെ. അതായത് RDO കോടതി സ്റ്റാഫ് പറയുന്നത് ഞങ്ങളാണ് നശിപ്പിച്ചതെന്ന് പറയുന്നു. ഇത് നശിപ്പിച്ചതെന്ന് മിസ്റ്റർ നന്ദകുമാരൻ നായർ താൻ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നു. മൈക്കിളല്ല നശിപ്പിച്ചത്, ഇത് RDO കോടതിയാണ്. വേണോ? ഞാൻ വേണേ കോപ്പി തരാം. വേണോ? RDO കോടതിയാണ് ഇത് നശിപ്പിച്ചതെന്ന് പറയുന്നു. RDO കോടതിയിലെ സ്റ്റാഫായ മുരളീധരൻ പറയുന്നു. മൊഴിയുണ്ട്. ഇതൊക്കെ കേട്ടില്ല. പിന്നെ ഇതൊന്നും കേൾക്കാതെ ഒരു ജഡ്ജ്മെന്റ് ഇട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, അഡ്വക്കേറ്റ് ജയശങ്കർ, അതായത് ഇവിടെ ശ്രീ എബ്രാഹിം ജനങ്ങൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ കോടതിയുടെ പരിഗണനയിൽ വരികയായിരുന്നെങ്കിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങയുടെ അഭിപ്രായം ചോദിക്കുന്നത്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇത് കൃത്യമായി വാദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് കോടതിയിൽ മറിച്ചൊരു വിധി ഉണ്ടാകും എന്നത് വ്യക്തമായ ഉത്തരമാണ്. ചോദ്യം ഇതാണ്, ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ അങ്ങ് ഈ ഒരു ചിന്ത എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ തൊണ്ടി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്രയധികം വലിയ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി അവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നുണ്ടെങ്കിൽ മറിച്ചൊരു വിധിയിലേക്ക് വരികയും ഈ കൊലപാതകം എന്ന് പറഞ്ഞ ആ ഒരു കൺക്ലൂഷൻ മാറി ആത്മഹത്യയിലേക്കൊക്കെ ഈ കേസിന്റെ നാൾവഴികൾ നീങ്ങാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാധ്യതയില്ലായിരുന്നോ അഡ്വക്കേറ്റ് ജയശങ്കർ? ഇവിടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ വിദഗ്ധമായിട്ടും ഫലപ്രദമായിട്ടും വിചാരണ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീ രാമൻപിള്ള എന്ന് പറയുന്ന കേരളത്തിൽ ഇന്നിപ്പോൾ ഉള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകനാണ്. ചെറിയ ആളൊന്നുമല്ല. ഇന്നലെ മിനിങ്ങാന്ന് LLB പാസ്സായി ഇന്ന് കോട്ടിട്ട് പ്രാക്ടീസ് തുടങ്ങിയ ഒരാളെയല്ല. അദ്ദേഹം വളരെ പ്രഗത്ഭനായ, വളരെ പരിചയസമ്പന്നനായ, ഇതിനേക്കാളൊക്കെ വളരെ കടുപ്പം കൂടിയ കേസുകൾ വളരെ പുല്ലുപോലെ വാദിച്ച് ജയിച്ചിട്ടുള്ള അതിപ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തെ നമുക്ക് കുറച്ച് കാണാൻ പറ്റുകയില്ല. എന്നെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഗുരുതുല്യനാണ്. എൻ്റെ എൻ്റെ സഹപാഠിയാണ് അദ്ദേഹം. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു പ്രഗത്ഭനായ അഭിഭാഷകനാണ് അദ്ദേഹം. ഇതല്ല അവിടെ ഉന്നയിക്കാവുന്ന എല്ലാ വാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ടാവും. അത് യാതൊരു സംശയമില്ല. അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പക്ഷേ കോടതിക്ക് അത് ബോധ്യമായില്ല. അതുകൊണ്ട് ശിക്ഷയിൽ എത്തി. ഇപ്പോൾ തൊണ്ടി സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ഞാനിപ്പോൾ അതിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ തൊണ്ടി സാധനങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ഒരു ആനുകൂല്യം പ്രതികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ തൊണ്ടി സാധനങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടല്ല ക്രിമിനൽ കേസുകൾ വിധിക്കുന്നത്. മറ്റ് പല കാര്യങ്ങളും പരിഗണിക്കപ്പെടും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1970 ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ് നക്സൽ വർഗീസ് എന്നറിയപ്പെടുന്നത് വർഗീസ് വയനാട്ടിൽ വെടിയേറ്റ് മരിക്കുന്നത്. പിറ്റേ ദിവസം മലയാള മനോരമയിലും മാതൃഭൂമിയിലും എല്ലാ പത്രങ്ങളിലും വന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് എല്ലാവരും അങ്ങനെ പറഞ്ഞത്. പക്ഷേ നാട്ടുകാർക്ക് അന്നേ അറിയാമായിരുന്നു വർഗീസിനെ പോലീസ് വെടിവെച്ച് കൊന്നതാണ്, അല്ലാതെ ഏറ്റുമുട്ടലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം. മലയാള മനോരമ ഒരു പടിയും കൂടി മുമ്പോട്ട് പോയിട്ട് വർഗീസിൻ്റെ ഇടത്തെ കണ്ണ് അടഞ്ഞും വലത്തെ കണ്ണ് തുറന്നുമാണ് കാണപ്പെട്ടത്. പോലീസിന് നോക്കി ഉന്നം പിടിക്കുമ്പോഴാണ് വർഗീസിന് വെടിയേറ്റത് എന്നുവരെ എഴുതി കളഞ്ഞു. അത് മനോരമയ്ക്ക് മാത്രം കഴിയുന്ന ഒരു ഭാവന വിശേഷമാണ്. നമുക്ക് ആർക്കും അത് അഭിനന്ദിക്കല്ലാതെ മാർഗമില്ല. ഏതായാലും വളരെ വർഷങ്ങൾക്ക് ശേഷം എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടു. അതിൽ ആകെ ഉണ്ടായിരുന്നത് പോലീസിൻ്റെ മറ്റേ ഡയറിയിലുണ്ടായിരുന്ന ഒരു കുറിപ്പ് മാത്രമാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. ബാക്കി എല്ലാം നഷ്ടപ്പെട്ടു പോയി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നഷ്ടപ്പെട്ടു. മൃതദേഹത്തിൻ്റെ ഫോട്ടോ അടക്കം മിക്കവാറും എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടു. FIR ഉണ്ടായിരുന്നില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. തെളിവുകൾ മറ്റ് തൊണ്ടികളാരും പ്രത്യേകം പറയേണ്ടതുമില്ല. ഒരു തെളിവും ബാക്കിയില്ലാത്ത സമയത്ത് CBI അന്വേഷിച്ച് ബന്ധപ്പെട്ട ആളുകളെ രാമേന്ദ്രൻ നായരെയും അതുപോലെ തന്നെ അന്ന് DYSP ആയിരുന്ന ലക്ഷ്മണയെയും DIG ആയിരുന്ന വിജയനെയും, അപ്പോഴത്തേക്ക് അവരൊക്കെ സർവീസിൽ നിന്ന് റിട്ടയർ പോയി കഴിഞ്ഞു. അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമേന്ദ്രൻ നായർ മരിച്ചു. വിജയന് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു. ലക്ഷ്മണയെ ശിക്ഷിച്ചു. ലക്ഷ്മണയെ ശിക്ഷിക്കാനുള്ള തെളിവ് അപ്പോഴും ഉണ്ടായിരുന്നു. അത്രയും കൊല്ലങ്ങൾക്ക് ശേഷം തൊണ്ടി എന്നുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷവും ഈ ലക്ഷ്മണയെ ശിക്ഷിക്കാനുള്ള തെളിവ് കോടതി കണ്ടെത്തി. അത് വിചാരണ കോടതിയുടെ വിധിയായിരുന്നു. അത് ഹൈക്കോടതി സ്ഥിരീകരിച്ചു. അദ്ദേഹം ജീവപര്യന്തം കഠിന തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദയാപരനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ലക്ഷ്മണയെ മോചിപ്പിച്ചു. ലക്ഷ്മണ കൊടുത്ത അപ്പീൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. അപ്പീൽ പിൻവലിച്ചോ എന്നറിയില്ല. ഏതായാലും അപ്പീൽ കൊണ്ടല്ല ലക്ഷ്മണൻ രക്ഷപ്പെട്ടത്. ഉമ്മൻചാണ്ടിയുടെ വായ്പ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഒന്നുമില്ല. തൊണ്ടിയെല്ലാം നഷ്ടപ്പെട്ടു. മൃതദേഹത്തിൻ്റെ ഫോട്ടോ പോലും ലഭ്യമല്ല. എന്നിട്ടും ശിക്ഷിച്ച കേസില്ലേ? പിന്നെയാണ് അഭയയുടെ ശിരോവസ്ത്രമില്ല, അഭയയുടെ കാലിൽ കിടന്ന് ചപ്പൽ പോയി,
അല്ലെങ്കിൽ അഭയുടെ അണ്ടർവെയർ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാദിക്കാൻ വേണ്ടി എന്തും പറയാം. ഇത് കേൾക്കുന്ന ആളുകൾ നിയമപരിജ്ഞാനം ഇല്ലാത്തവരാണെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഓരോ കേസും അതാത് കേസിൻ്റെ വസ്തുതകളിൽ ആസ്പദമാക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജിമാർ തീരുമാനത്തിലെത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞത് കോടതി ലക്ഷ്യമായി പോകും. കോടതി ലക്ഷ്യമായി പോവുകയാണെങ്കിൽ അങ്ങ് പോകട്ടെ. ചുമ്മാ പറയേ ജഡ്ജി സനൽകുമാർ ഒരു ഹിന്ദു തീവ്രവാദി ആയതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, കത്തോലിക്ക സഭയോട് പ്രത്യേകിച്ച് വൈരാഗ്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പ്രതിയെ ശിക്ഷിച്ചു എന്ന് ഇദ്ദേഹത്തിന് അഭിപ്രായം തുറന്ന് പറയട്ടെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇത്ര നാൾ നെഞ്ചു വിരിച്ചേർന്ന ആളല്ലേ അദ്ദേഹം. ഇനിയിപ്പോൾ എന്തിനാണ് വെറുതെ ഒരു ജില്ലാ ജഡ്ജിയെ ഭയപ്പെടുത്തുന്നത്? ധൈര്യപ്പെട്ട് പറയട്ടെ. ഈ നാട്ടിലുള്ള കത്തോലിക്കരെ കാത് കേട്ട് കൈയടിക്കട്ടെ. അങ്ങനെയൊക്കെ ആർക്കും പറയാം. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ കോടതി തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷിച്ചത്. ഇനി അതിൻ്റെ പുറത്ത് അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പീൽ കൊടുക്കും. അപ്പീലിൽ വേറൊരു തീരുമാനം ഉണ്ടാവട്ടെ. അതിന് നമ്മൾ ഇതിന് വെറുതെ വേവലാതിപ്പെടുന്നത്. അഡ്വക്കേറ്റ് എബ്രാഹിം എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, പറയൂ. എത്ര നിസ്സാരമായിട്ടാണ് ഈ കേസിലെ തൊണ്ടിമുതലുകൾ നശിപ്പിച്ചതിനെ പറ്റി പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി സമയം കളയുന്നില്ല. ഞാൻ പറഞ്ഞ വ്യക്തമായ തെളിവുകൾക്കെതിരായിട്ട് ഒന്നും പറയാതെ രാമൻ നായരെ പറ്റിയും വർഗീസ് കേസിനെ കുറിച്ചൊക്കെയുള്ള അവ്യക്തമായ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചോദ്യങ്ങൾ അംഗീകരിക്കുന്നു. ഇത്രയും സ്പീക്കിംഗ് റെക്കോർഡ്സ്, രജിസ്റ്ററുകളും തൊണ്ടിമുതൽ തിരുത്തിയെന്ന് പറഞ്ഞ് ആ റെക്കോർഡ്സ് ഇരിക്കെ ഇവിടെ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുമ്പാകെ ഞങ്ങളാണ് നശിപ്പിച്ചത്, ഒഫീഷ്യലായിട്ട് നശിപ്പിച്ചതാണെന്ന് പറഞ്ഞ RDO കോടതിയിലെ സ്റ്റാഫ് ലാസ്റ്റിൽ ഒരു വരി പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല, ഇത് സാമുവല് തന്നെ നശിപ്പിച്ചാണെന്ന് 20 കൊല്ലത്തിന് ശേഷം നന്ദകുമാരൻ നായരല്ല, നന്ദകുമാരുടെ അന്വേഷണം കഴിഞ്ഞിട്ട് പുതിയതായിട്ടൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു വരി എഴുതി കൊടുത്തു. അത് കോടതി വിശ്വസിച്ചു, ശിക്ഷിച്ചു. തെളിവുണ്ട്. അപ്പൊ ഇത് രാമൻപിള്ള മണ്ടനാണോ? പറഞ്ഞിട്ടില്ല. അതായത് ഞങ്ങൾ 50 കാര്യം പറയുന്നു, ഇത് തെറ്റാണ്. ഒരു കാര്യം എതിർഭാഗം പറയുന്നു, ശരിയാണ്. അതിനെ വിശ്വസിച്ചു. അടക്കേ രാജുവിനെ വിശ്വസിച്ച പോലെ കള്ളക്കോട് വേണുഗോപാലൻ ആരാന്ന് അവരെ പറ്റി ഒന്നും പറഞ്ഞില്ല. അഡ്വക്കേറ്റ് കെ എം ആന്റണി IPS, അതായത് ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ആരോപിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ചില കേസുകൾ അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങ് ഈ സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ആൾ കൂടിയാണല്ലോ. ചില സമയത്ത് കൃത്യമായ ഒരു പ്ലാൻ, തിരക്കഥകൾ നിർമ്മിക്കുകയും അതിന് പറ്റിയ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ ചില സമയത്ത് മറിച്ചാണ് ഉണ്ടാകുന്നത്. ഈ കേസിൽ അത്തരം ചില സംശയങ്ങളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഡോക്ടർമാർ, റിട്ടയറായ ഡോക്ടർമാരും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം ഇതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെടുമ്പോൾ എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള നിലപാട്? ഇല്ല, അത്തരത്തിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റില്ല. കേസ് അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ വരുന്ന മുറയ്ക്ക് അത് എന്താണ് കിട്ടുന്നത്, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് പ്രോപ്പറായിട്ടുള്ളൊരു അന്വേഷണം. ചിലപ്പോൾ നമുക്ക് അതിന് മുമ്പ് തന്നെ ഇന്നയാളായിരിക്കാമെന്നുള്ള സംശയമോ ഊഹമോ ഒക്കെ കാണും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനമോ അല്ലെങ്കിൽ ഒരു തീർച്ചയോ നമുക്കതിനകത്ത് ആക്കാൻ പാടില്ല. നമ്മൾ അതിന് വേണ്ടുന്ന തെളിവുകൾ അതാണെങ്കിൽ ഏത് തരത്തിലുള്ള തെളിവുകളൊക്കെ അതിലേക്ക് നയിക്കുന്നതുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണം അത്തരത്തിൽ നടത്തി നമ്മൾ അന്വേഷണം പൂർത്തീകരിക്കുകയും ആ ഒരു കൺക്ലൂഷനിൽ അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിൽ നമ്മൾ എത്തുകയാണ് ചെയ്യേണ്ടത്. പ്രതിയെ മുന്നേ കണ്ടിട്ട് ഇന്നതാണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ നമുക്ക് ചിലപ്പോൾ അറിവുണ്ടാവും. പക്ഷേ അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ നമ്മൾ ശേഖരിക്കണം. 16 വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഞാൻ പ്രതിയെ കണ്ടു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളെയൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ അതിനൊക്കെ വലിയ വില കോടതി കൊടുക്കുമ്പോൾ അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അല്ല, സാക്ഷി പറയുന്ന മൊഴികൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇത് ട്രയൽ കോടതിയാണ്. അത് കോടതിയാണ്, അതായത് അത് വിസ്തരിക്കുന്ന കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഒരു സാക്ഷി കൺമുമ്പിൽ വന്ന് അല്ലെങ്കിൽ കോടതിയിൽ സാക്ഷിക്കൂട്ടി കയറി നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്, അയാളൊരു മൊഴി കൊടുക്കുന്നുണ്ട്. ആ മൊഴിയെ പ്രഗത്ഭരായ അഭിഭാഷകർ ക്രോസ് എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതിനകത്തെ സത്യം എന്തെന്നുള്ളത് തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ സത്യം എന്തെന്നുള്ളത് മാറ്റുരച്ച് നോക്കാനായിട്ട് പ്രതിഭാഗത്തിന് അവസരം കൊടുക്കുന്നതാണ് ക്രോസ് എക്സാമിനേഷൻ. അത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിയുമ്പോൾ ഈ കോടതിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുന്ന ആ കോടതിക്ക് ബോധ്യം വരുന്നതനുസരിച്ചിട്ടാണ് മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ കോടതിക്ക് കിട്ടുന്ന ആ ഒരു പ്രിസംപ്ഷൻ ഉണ്ട്. പലതും ഇതിനകത്ത് ഈ കേസിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഡയറക്റ്റ് എവിഡൻസ് ഇല്ല, അല്ലെ ഐ വിറ്റ്നസ് ഇല്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലേക്ക് പോകേണ്ട ഒരു കേസാണ്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ആ ജഡ്ജിയെ ആശ്രയിച്ചാണ്. എന്ന് പറഞ്ഞാൽ
ആ ജഡ്ജിക്ക് ബോധ്യം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ഒരു വിഷയത്തിൽ ഒരു പൊതുബോധ നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒന്ന് ഈ നാർക്കോ അനാലിസിസ് വീഡിയോ ആണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണല്ലോ. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം ആദ്യമായിട്ട് ഈ നാർക്കോ അനാലിസിസിന്റെ പ്രക്ഷേപണം ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ വളരെ അഭിമാനത്തോടെ പറയുന്നത് കേട്ടു. കോടതി തലേദിവസമാണ് പറയുന്നത് ഈ കോടതി വിധി എന്താണെങ്കിലും ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഈ നാർക്കോ അനാലിസിസ് വീഡിയോയിലൂടെ. എന്നാൽ ഈ നമ്മുടെ ജസ്റ്റിസ് ഹേമയുടെയൊക്കെ മുമ്പിൽ ഈ ജാമ്യം നൽകുന്ന സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന നാർക്കോ അനാലിസിസ് വീഡിയോ കൃത്യമായി എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണെന്ന്. ഈ കാലത്ത് ടിക്ടോക്കിന്റെയും ഇൻഷോട്ടിന്റെയൊക്കെ കാലത്ത് ഇന്ന് കാണുന്ന ഏത് കുട്ടികൾക്ക് പോലും അത് ആണ് താനും. ഈ കേസുമായിട്ട് ഒരു പക്ഷേ ഈ പുതിയ വിധിയിൽ അത് പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിനിടയിൽ ഈ വ്യക്തികൾ കുറ്റക്കാരാണ് എന്ന് നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു കാര്യം തന്നെയാണ് നാർക്കോ അനാലിസിസ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലുതാണ്. ഈ അടുത്ത കാലത്ത് ചില മാധ്യമ പ്രവർത്തകരൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതി കണ്ട പോസ്റ്റുകളിൽ പറയുന്നതാണ് ആ കാലത്ത് എന്തുകൊണ്ടാണ് ഈ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന ആളുകൾക്കുണ്ട മനുഷ്യാവകാശത്തെക്കുറിച്ച് ആരും ആശങ്കപ്പെടാത്തത്. നമുക്ക് അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ ഇറാഖിലോ അല്ലെങ്കിൽ ഇറാനിലോ ഒക്കെയുള്ള ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകരൊക്കെ ഒരു കന്യാസ്ത്രീ ഇങ്ങനെ ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിൽ അപഹസിക്കപ്പെടുന്നു, അത് എന്ത് കാരണത്തിലും അവർ ആക്രമിക്കപ്പെടുന്നു, അതിൻ്റെ ഫീഡ്ബാക്സ് ഇപ്പോഴും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ നാട്ടിൽ ഈ പറയുന്ന കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകൾക്കും ഒരു മനുഷ്യാവകാശമൊക്കെ ഇല്ലേ? അത് ലംഘിക്കപ്പെടുന്ന ഒരു കേസ് കൂടിയല്ലേ ഈ കേസ്? അങ്ങനെ കൂടി എന്നെ നോക്കിക്കാണണ്ടായി. അത് ഒരു സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നം എൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ സിസ്റ്റർ സെഫിയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് നമ്മുടെ അവതാരകൻ വേവലാതിപ്പെടുന്നതെങ്കിൽ ഈ കിണറ്റിൽ കാണപ്പെട്ട അത് താങ്കൾ ഉൾപ്പെടെ ആളുകൾ എപ്പോഴും ആശങ്കപ്പെടുന്നുണ്ടല്ലോ. മറുവശം ചിന്തിക്കണ്ടേ? ഇവിടെ അജ്മൽ കസബിനൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ പ്രസംഗിക്കുന്ന ആളുകളല്ലേ? അവിടെ കുറ്റം ആരോപിക്കപ്പെട്ട ആരാണെങ്കിലും അവർക്കൊരു മനുഷ്യാവകാശം ഇല്ലേ? അതാണ് ചോദ്യം. മറ്റൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. തീർച്ചയായിട്ടും അത് നമ്മുടെ ചർച്ചയുടെ ഭാഗമായി ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ട സുഹൃത്തെ അവതാരക, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സിസ്റ്റർ അഭയയ്ക്ക് ഒരു അവകാശം ഉണ്ടായിരുന്നു. അവർ എങ്ങനെ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അവരെങ്ങനെ മരിച്ചു, അവരെങ്ങനെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് നാട്ടുകാർക്ക് അറിയാനുള്ളൊരു ബാധ്യത, ഒരു ഉത്തരവാദിത്വവും ഉണ്ട്. തീർച്ചയായിട്ടും പല കാര്യങ്ങളും പരിഗണിക്കപ്പെടണം. എന്തുകൊണ്ട് ഈ വർഗീസിൻ്റെ ഇടത്തെ കണ്ണ് അടഞ്ഞും വലത്തെ കണ്ണ് തുറന്നും കാണപ്പെട്ടപ്പോൾ പോലീസിനെ നോക്കി ഉന്നം പിടിക്കുന്നതാണെന്ന് ബോധ്യപ്പെടുത്തിയ മനോരമയ്ക്ക് അഭയ 20 മരിച്ചു എന്ന് മാത്രം ചരമ പേജിൽ എഴുതാൻ തോന്നി. കോട്ടയം ടൗണിൽ മനോരമ ആഫീസിൽ നിന്ന് കഷ്ടിച്ച് 5 മിനിറ്റ് പോലും നടക്കാൻ ദൂരമുള്ള സ്ഥലത്തല്ല ഈ കോൺവെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് പോലും മനോരമയ്ക്ക് അതിലൊരു ദുരൂഹതം കാണാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ചാണ് മനോരമക്കാർ അന്ന് തൊട്ട് ഇന്നേ ദിവസം പറയും. ഇപ്പോൾ ഈ ശിക്ഷിച്ചതിന് ശേഷം പോലും മലയാള മനോരമ എത്ര സങ്കടപ്പെട്ടാണ്, എത്ര ഹൃദയവേദന കൊണ്ടാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അവിടെ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദുരൂഹത നീങ്ങാനും ഇതിലെന്താണ് സത്യം എന്നറിയാനും ഉള്ള താല്പര്യം എങ്ങനെ വർദ്ധിച്ചു? ഇത് പിറ്റേ ദിവസം തന്നെ പ്രോപ്പറായിട്ട് പോലീസ് അന്വേഷിച്ചു, പ്രതികളെ കണ്ടെത്തി, മാനം മര്യാദയായ രീതിയിൽ കോട്ടയം ജില്ലാ കോടതിയിൽ വിചാരണ ചെയ്തു. തെളിവുണ്ടെങ്കിൽ ശിക്ഷിച്ചു, തെളിവില്ലെങ്കിൽ വെറുതെ വിട്ടു. എത്രയോ കൊല്ലത്തിന് മുമ്പ് ഈ നടപടിക്രമം പൂർത്തീകരിക്കുമായിരുന്നു. പ്രതികൾ ശിക്ഷ തീർന്നിട്ട് ഇപ്പോൾ വഴിയിലിറങ്ങി സുഖമായിട്ട് നടക്കുമായിരുന്നു. യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഈ സത്യം മൂടി വെക്കാനുള്ള ശ്രമമാണ് ഇതിന് ഇത്രയും ജുഗുപ്സാവഹമാക്കിയത്. സത്യത്തെ തമസ്കരിക്കുന്നതിന് ചില ഇരുട്ടിൻ്റെ ശക്തികൾ അവരുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ശ്രമിച്ചു. അവർ എത്ര ശക്തമായി ശ്രമിക്കുന്നു അത്രയും ശക്തമായി തീവ്രമായി സത്യം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് നാർക്കോ അനാലിസിസിലേക്ക് പോയത്. അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് നടത്തേണ്ട ആവശ്യമുണ്ടോ? രണ്ടാം ദിവസം ഈ ശാമുവൽ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന് ഈ ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നാർക്കോ അനാലിസിസും വേണ്ട, പോളിഗ്രാഫും വേണ്ട, ഒരു പിണ്ണാക്കും വേണ്ട, അവരെ വിചാരണ ചെയ്ത് കോട്ടയം സെഷൻസ് കോടതിയിൽ തന്നെ ഈ പ്രശ്നം തീരുമാനിക്കുന്നു. അതിനെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് ഇത്രയും ആഭാസകരമായ ഒരു പരിണതിയിലെത്തിച്ചത്. അതിന് ഉത്തരവാദിത്തം ആർക്കാണെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ നമ്മൾ ഒരുപാട് പോസ്റ്റ്മോർട്ടത്തിലേക്കൊക്കെ പോകേണ്ടി വരും. ഇവിടെ ഇവരുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടതിൽ നമുക്ക് തീർച്ചയായിട്ടും ആകുലത ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ സത്യത്തെ നമസ്കരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു വേവലാതി ഉണ്ടാകണ്ടേ? അത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? എങ്ങനെയാണ് ഈ കേസ് 28 കൊല്ലം വരെ നീണ്ടുപോയത്? എങ്ങനെയാണ് CBI എന്ന് പറഞ്ഞ സംവിധാനം തന്നെ 3 പ്രാവശ്യം ഇതിൽ തെളിവില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത്? ഞാൻ പറഞ്ഞത് അതിലെ തെളിവ് ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളല്ല, CRPC വെച്ചിട്ടല്ല ഞാനീ പറഞ്ഞത്. ഇത് സാമൂഹ്യമായിട്ടുള്ളൊരു വിഷയമുണ്ട്. അത് നമ്മൾ മറക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഇത്ര നീണ്ടുപോയി? അല്ലെങ്കിൽ എന്തുകൊണ്ട് ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ തെളിവുകൾ
തൊണ്ടി സാധനങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. അവരെന്തുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തിയില്ല? ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് പോയി? CBI SP ത്യാഗരാജൻ എന്താണ് ചെയ്തത്? ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് പോളിഗ്രാഫിൻ്റെ റിസൾട്ട്, അതിൻ്റെ വീഡിയോ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്ത് ശരിയായ കാര്യമല്ല, ഒരിക്കലും ചെയ്യാൻ പാടാത്ത കാര്യമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സിറിയക് ജോസഫ് വെറുതെ ആ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് കയറി ചെന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ അമ്മായിയുടെ മകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? അദ്ദേഹം അദ്ദേഹം അവിടെ പോയെന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള കാര്യമല്ലേ? അത് ഇന്നലെ കൂടി പത്രത്തിൽ വന്നിട്ട് അതിന്റെ തെളിവ് സഹിതം വന്നിട്ട് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കാര്യം. സിറിയക് ജോസഫ് അവിടെ പോയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നിഷേധിക്കില്ല. എന്താ ഇവിടെ ഒരു കാര്യം കൂടി മാത്രം ഇവിടെ പറയാൻ സാധിക്കും. അതായത് ഇത്തരം ദൃശ്യങ്ങൾ കൈമാറിയതിലെ ഒരു ആശങ്ക ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ശ്രീ എബ്രാഹിം, അതായത് ഇവിടെ ചില സത്യങ്ങൾ മൂടി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു ചിന്തയിലേക്കാണ് ഇത് വന്നത്. താങ്കൾക്ക് എന്താണ് ഏറ്റവും ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഈ ജയശങ്കർ പറയുന്നതെല്ലാം പൊതുക്കാര്യങ്ങളാണ്. വർഗീസിന്റെ കാര്യവും സിറിയക് ജോസഫ് പോയ കാര്യമൊക്കെ ജയശങ്കർ നമുക്കറിയാമല്ലോ. യഥാർത്ഥത്തിൽ നാർക്കോ അനാലിസിസ് സിഡികൾ തയ്യാറാക്കിയത് ബാംഗ്ലൂർ FSLലാണ്. ബാംഗ്ലൂർ FSLിൽ നിന്നും 3 സിഡികൾ കോടതിക്ക് അയച്ചു കൊടുത്തു. അഡ്വക്കേറ്റ് ജസ്റ്റിസ് രാംകുമാറിന്റെ കോടതിയാണ് അത് ഏറ്റുവാങ്ങിയ. സുരേന്ദ്രപാൽ പറയുന്നു, അഗർവാൾ പറയുന്നു, എനിക്ക് 1 കിട്ടിയിട്ടുള്ളൂ. അപ്പം 3=1. ഇതുവരെ ഈ CBIക്കാര് ഒരുത്തം അയച്ചു കൊടുത്തയാള് പറഞ്ഞു ഞാൻ 3 അയച്ചു കൊടുത്തു, കിട്ടിയ ആള് പറയുന്നു 1 കിട്ടി. പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാര് പോലെ 3 പറഞ്ഞു. ഇപ്പോഴും CBIക്ക് അവരുടെ CDകൾ എണ്ണം എത്രയാണെന്ന് ഇതുവരെ കോടതിയെ ബോധ്യപ്പെട്ടിട്ടില്ല. ഈ വിചിത്രവാദം കേട്ട് രാംകുമാർ തന്നെ, ഹേമയെ മാത്രം ആക്രമിച്ചാൽ പോരാ, രാംകുമാർ തന്റെ ജഡ്ജ്മെന്റ് പറഞ്ഞു, all the CDs produced before are fabricated, false and dissipated. അത് കഴിഞ്ഞിട്ട് ഹേമയുടെ മുമ്പിൽ വന്നപ്പോൾ ഹേമ പറഞ്ഞു, എന്റെ നഗ്ന നേത്രങ്ങൾ പോലും ഇത് തിരിച്ചറിയാൻ കഴിയും. ഇതു മുതൽ ഈ വെറും ചോദ്യങ്ങളും ഉത്തരങ്ങളും മാറി മാറി വെച്ചിരിക്കുകയാണ്. വീണ്ടും CDT വിദഗ്ധർക്ക് അയച്ചു. അവർ പറഞ്ഞു ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ്. അതായത് ട്രംപ് മലയാളം പാട്ട് പാടുന്നെന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം തിരിച്ചും മറിച്ചും 1 മിനിറ്റിൽ തന്നെ 30 തവണ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഈ CDയാണ് ഈ ശരിയെന്ന നിലയിൽ ഈ മാധ്യമപ്രവർത്തകർ, കേരളത്തെ മാധ്യമപ്രവർത്തകർ ഇത് കാണിച്ചത്. 2 ജസ്റ്റിസുമാരും CDT വിദഗ്ധരും കളവും കൃത്രിമവുമായി നിർമ്മിച്ച CDയാണ് ഇവർ ശരിയായ CD എന്ന നിലയിൽ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് വാസ്തവത്തിൽ IT ആക്ട് പ്രകാരവും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ പ്രകാരവും സ്ത്രീകളുടെ മാന്യതയ്ക്കെതിരായി നടന്ന കടന്നാക്രമണ നിലയിൽ കുറ്റകരമാണ്. ഈ മീഡിയകൾ ഇപ്പോഴും അതിനെ ശരിവെക്കുകയാണ്. തെറ്റായ CDകളാണ് മനുഷ്യരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെയധികം തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കി. ഇപ്പോഴും ജനങ്ങൾ പറയുന്നത് അച്ഛന്മാര് കുറ്റസമ്മതം നടന്നിട്ടുണ്ടോ എന്നാണ്. അത് വളരെ തെറ്റിദ്ധാരണാജനകമാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിന് അന്നും ഇന്നും സിറിയക് ജോസഫ് ലാബിൽ പോയി എന്നുള്ളതല്ലാതെ ഈ CDകളെ തെറ്റിനെ കുറിച്ചോ CDകളുടെ തെറ്റുകളെ കുറിച്ചോ തിരുത്തലുകളെ കുറിച്ചോ ഇത് കാണിച്ചതിലുള്ള അനൗചിത്യത്തെ കുറിച്ചോ ഒരു വാക്കും പറയാനില്ല. അടുത്തത് സെഫിയുടെ കന്യാകത്വ പരിശോധനയെ കുറിച്ചാണ്. സിസ്റ്റർ സെഫിയെ അറസ്റ്റ് ചെയ്ത് 2 ദിവസത്തിനകം അവരുടെ CBI കസ്റ്റഡിയിലിരിക്കെ കന്യാകത്വ പരിശോധന ടെസ്റ്റിന് വിധേയയാക്കുകയുണ്ടായി. ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. അവർ നിർബന്ധപൂർവ്വം കന്യാകത്വ പരിശോധന നടത്തിയപ്പോൾ അതിനുശേഷം ഡോക്ടർ രമ
കൊടുത്ത മെഡിക്കൽ റിപ്പോർട്ടിൽ, വെർജിനിറ്റി ടെസ്റ്റ് റിപ്പോർട്ടിൽ, നോ ഡെഫിനിറ്റ് ഒപ്പീനിയൻ കാൻ ബി ഗിവൺ ആസ് ടു വെദർ എനി പെനിട്രേഷൻ ഇൻ ദ വജീന ഡ്യൂ ടു ഇന്റർകോഴ്സ് കനോട്ട് ബി പ്രൂവ്ഡ്. നോ ഒപ്പീനിയൻ പറയാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാതെ കോടതിയിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പത്രക്കാർ എഴുതുന്നത് മുഴുവൻ അതിശയോക്തിയാണെന്ന് വെട്ടിത്തെളിച്ച് പറയാണ്. കൂടാതെ അവര് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഒരു സ്കാർ ഒബ്ലിക് ഓപ്പറേഷൻ മാർക്ക്, അതായത് സ്കാർ കാണുന്നുണ്ട്, പക്ഷെ പരിപൂർണമായിട്ട് സ്കാറാണോ ഒരു ഓപ്പറേഷൻ മാർക്കാണോ എന്തുവാന്നറിയാൻ മേല ഒരു പാട് കാണുന്നുണ്ട്. അതായത് ഒപ്പീനിയൻ പറയാൻ സാധ്യമല്ല, ഒരു പാട് കാണുന്നുണ്ട്. ഇത്രയും മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഓപ്പറേഷൻ മാർക്കാണെന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല. ഒബ്ലിക്, സ്കാർ ഒബ്ലിക് മാർക്ക്. എന്നാൽ അടുത്ത ദിവസത്തെ പത്രങ്ങളിലും ചാനലുകളിലും ക്രൈമിലും കേരള കൗമുദി പോലുള്ള പത്രങ്ങളിലും എല്ലാം പബ്ലിഷ് ചെയ്ത് കന്യാസ്ത്രീയുടെ കന്യാചർമ്മം കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്നാണ്. എവിടെന്ന് കിട്ടി ഈ പത്രക്കാർക്ക് ഈ വിവരം? കാരണം ഒരു മൊഴി എന്ന് പറയുന്നത് ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഹിബിറ്റഡ് സീക്രട്ട് ഫയലാണ്. അത് പബ്ലിക് ഫയൽ ആകുന്നത് ഈ കേസ് ചാർജ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ സ്റ്റേറ്റ്മെന്റും ഇതും പബ്ലിക് ആകുന്നത്, അതായത് കോടതിയിൽ നിന്നും കിട്ടുന്നത്. എവിടെന്ന് കിട്ടി ഈ പത്രക്കാർക്കും നാട്ടുകാർക്കും ഷെഫി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നുള്ളത്? ഇത് തന്നെ കുറ്റകരമാണ്. അതായത് ഒരു പൊതുബോധം അനുകൂലമാക്കാൻ വേണ്ടി വളരെ ബോധപൂർവമാണ് ഈ ദൃശ്യങ്ങളും അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളും ഈ റിപ്പോർട്ടും കൊടുത്തത് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ, മുഴുവൻ കേൾക്കണം. എന്നിട്ട് ഇപ്രകാരം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഇല്ലാത്ത വിവരം പിറ്റേ ദിവസത്തെ പത്രക്കാർ വിളിച്ചു പറഞ്ഞു. അങ്ങനില്ല. അതേശേഷം കേസ് ചാർജ് കൊടുക്കുമ്പോൾ ആണ് ഇത് ഹൈമനോപ്ലാസ്റ്റി ചെയ്തിരിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈമനോപ്ലാസ്റ്റി എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്ന സ്റ്റെഫിയുടെ സർട്ടിഫിക്കറ്റിലാണെന്നാണ് സിസ്റ്റേഴ്സ് ജസ്മിയും അതുപോലുള്ള പൊതുപ്രവർത്തകർക്കും പറയുന്നത്. ഹൈമനോപ്ലാസ്റ്റി എന്ന വാക്ക് പോലും ആ സർട്ടിഫിക്കറ്റിൽ ഇല്ല. ഇവർക്ക് നിഷേധിക്കാവുന്നതും പറഞ്ഞെന്ന് പറയുന്ന വിധത്തിൽ 162 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒപ്പിടാതെ എഴുതി വെക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് CBI എഴുതി വെച്ച ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അത് ഒരു കൊല്ലത്തിന് ശേഷം പുറത്തു വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈമനോപ്ലാസ്റ്റി ചെയ്തിരിക്കാം എന്ന് വാക്കുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു പത്രങ്ങളിലും പറഞ്ഞ ശിക്ഷാർഹവും കുറ്റാർഹവുമാണ്. കൂടാതെ അത് ഇതിനെപ്പറ്റി പറഞ്ഞത് വീണ്ടും കോടതിയിൽ ചെന്നപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡോക്ടർ രമ ഫോറൻസിക് മെഡിസിൻ പറഞ്ഞു അങ്ങനെയും വരാം ഇങ്ങനെയും വരാം, തീർത്തു പറയാൻ പാടില്ല എന്ന് സർട്ടിഫിക്കറ്റ് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കൊടുത്തയാളാണ് അത് സർട്ടിഫിക്കറ്റിന്റെ വെളിച്ചത്തിലാണ് വ്യക്തമായി ഒപ്പീനിയൻ പറയേണ്ടത്. അതേസമയം ലളിതാംബിക കരുണാകരൻ എന്ന് പറഞ്ഞ ഗൈനക്കോളജിസ്റ്റ് അവരസന്നിഗ്ധമായി പറഞ്ഞു ഇത് ഹൈമനോപ്ലാസ്റ്റി ചെയ്തിരിക്കാം, അങ്ങനെ വരാം ഇങ്ങനെ വരാവുന്ന അവരുടെ ഒരു മൊഴിയല്ലാതെ ഇത് കൺക്ലൂസീവായിട്ട് ഒരു റിപ്പോർട്ടുമില്ല. അതിനെയാണ് കോടതി വിശ്വസിച്ചിരിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ ഗൈനക്കോളജി വിദഗ്ധന്മാരും ഫോറൻസിക് വിദഗ്ധന്മാരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഹൈമനോപ്ലാസ്റ്റി ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഈ പരിശോധന നടത്തിയ വിദഗ്ധർ രണ്ടുപേരും ഹൈമനോപ്ലാസ്റ്റി നടത്തിയ ഒരു ഹൈമൻ കണ്ടിട്ടില്ല. ഹൈമനോപ്ലാസ്റ്റി എങ്ങനെ നടത്തുമെന്ന് അറിഞ്ഞുകൂടാ. ഹൈമനോപ്ലാസ്റ്റി നടത്തിയാൽ ഹൈമനിൽ എന്തെല്ലാം പാടുണ്ടാകും
അത് എങ്ങനെ ഇരിക്കും, ഓപ്പറേഷൻ മാർക്ക് കാണുമോ ഇല്ലയോ, ക്ലീൻ ആയിരിക്കാമോ എന്ന് പറഞ്ഞിട്ടില്ല. അവർ ആ കാര്യത്തിൽ വിദഗ്ധരല്ല. ഇതിനു മുൻപോ ഹൈമനോപ്ലാസ്റ്റി നടത്തിയ ഒരു ഹൈമൻ അവർ കണ്ടിട്ടില്ല. അവരുടെ മൊഴി തെറ്റാണ്. അപ്പോൾ വാക്കാലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ മാത്രം ബേസ് ചെയ്താണ് കോടതി ഹൈമനോപ്ലാസ്റ്റി നടത്തി എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. കോടതിക്ക് വന്ന തെറ്റിദ്ധാരണയാണ്, കോടതിക്ക് വന്ന പെശകാണ്. ഇതൊന്നാമത് തെറ്റായ ഒരു നിഗമനത്തിലാണ് കോടതിയിൽ എത്തിയത്. 2, അടക്ക രാജുവിനെ എല്ലാരും പറയുന്നു അടക്ക രാജു മൊഴി മാറിയിട്ടില്ല. അടക്ക രാജുവിനെ നീണ്ട 16 വർഷത്തോളം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയിലെ 7 or 8 അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ചോദ്യം ചെയ്തപ്പോൾ അടക്ക രാജു പറയുന്നത് എനിക്കിത് അറിഞ്ഞുകൂടാ എന്നാണ്. അങ്ങനെ ഒരു രേഖയുണ്ടോ? ഉണ്ട്. അടക്ക രാജു പറയുന്നത് ഇത് അറിയാവുന്ന അടക്ക രാജു കുറ്റപറ്റില്ല. അടക്ക രാജുവിനെ നേരത്തെ കണ്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് പിന്നെ 16 വർഷങ്ങൾക്ക് ശേഷമാണ് കുറ്റമായിട്ട് എടുക്കുന്നത്, അങ്ങനെയാണോ? 16 വർഷത്തിന് കുറ്റം അല്ല, 16 വർഷങ്ങൾക്ക് ശേഷം CBI പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അടക്ക രാജുവിന്റെ 162 സ്റ്റേറ്റ്മെന്റ് എടുത്തു. 162 സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 162 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞാൽ പിന്നെ മാറാനൊക്കത്തില്ല. മനഃപൂർവ്വം പിടിച്ചുകൊണ്ടുപോയി ഫോഴ്സ് ചെലുത്തി 162 സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ചു. അതിൽ പറഞ്ഞത് പ്രകാരം അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. താൻ ചെമ്പ് കമ്പനി മോഷ്ടിക്കുന്നതിനായി അവിടെ കോൺവെന്റിന്റെ സമീപത്ത് ഗേറ്റിന് പുറത്തു നിന്നപ്പോൾ 2 അച്ഛന്മാർ മതില് ചാടിക്കടന്നു. 8 അടി പൊക്കമുള്ള മതില്. അതെങ്ങനെ ചാടിക്കടഞ്ഞോ എന്ന് ഇപ്പോഴും പ്രോസിക്യൂഷന് ഉത്തരവില്ല. അതായത് 8 അടി പൊക്കം. നാളെ നമുക്ക് വേണേ ഇവിടെ പരിശോധിക്കാം. പയസ്റ്റൻ കോൺവെന്റിന്റെ മതിലിന് 8 അടിയിലധികം പൊക്കമുണ്ട്. 8 അടിയധികം പൊക്കമുള്ള മതിലില് ഒന്നിയിൽ കയറിട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ ഏടി വെച്ച് കയറാതെ എങ്ങനെ 2 അച്ഛന്മാർ 50 മേളിൽ പ്രായമുള്ള 2 അച്ഛന്മാർ മതില് ചാടി കടന്ന് അകത്ത് കയറി? ഞാൻ നോക്കി നിൽക്കുമ്പോൾ മതിലിനകത്ത് പ്രവേശിച്ച്, അതായത് മതിലിനും കിച്ചന്റെ വാതിലിനും തമ്മിൽ 10 അടി താഴെ അകലമേ ഉള്ളൂ. അപ്പോൾ നേരെ അകത്തോട്ട് ചാടി കിച്ചണിലേക്ക് കയറുന്നതിന് പകരം ഇവരെന്തു ചെയ്തു എന്ന് വെച്ചാൽ മോളോട്ട് പോകുന്ന ഒരു എക്സിസ് ഗോവണിയുണ്ട്. അത് നേരത്തെ അഗർവാളിനോടൊക്കെ പറഞ്ഞ് ഗോവണിയുടെ മോളിൽ കയറി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ലൈറ്റ് അടിച്ച് പരിശോധിച്ചു. അപ്പോൾ മിന്നലിന്റെ വെളിച്ചത്തിൽ ഞാൻ ഈ 2 പേരെ കണ്ടു. പിന്നീട് മാറ്റി പറയുന്നത്, പിന്നീട് കോടതി പറഞ്ഞത് മോളിൽ വരെ 4ാം നിലയിൽ വരെ എത്തിയില്ല. ഈ കോവണിയിൽ കയറുന്നതിന് ഒരു 4-5 അടി പൊക്കമുള്ള ഒരു സ്റ്റെയർ കേസ് കൊണ്ട് അവിടെ നിന്നാണ് സ്പൈറൽ ഗോവണി തുടങ്ങുന്നതിന് മുമ്പുള്ള ആ സ്റ്റെയർ കേസ് കയറുന്നതിന്റെ മുകളിൽ കയറി അവിടെ നിന്നു. മുകളിൽ കയറിയില്ല. അവിടെ നിന്ന് ലൈറ്റ് അടിച്ച് ആരേലും വരുന്നുണ്ടോ എന്ന് നോക്കി പരസ്പരം മുഖം കാണത്തക്ക വിധത്തിൽ തിരിച്ചറിയാൻ അവസരം കൊടുത്ത് ഏതാണ്ട് 5-6 മിനിറ്റ് സമയമെടുക്കും. അതിനുശേഷം അടുക്കളയിലേക്ക് കയറി എന്നാണ് പറയുന്നത്. ഈ അവിഹിത വേഴ്ചയ്ക്ക് കയറുന്ന ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് മതിൽ ചാടിക്കടന്ന് 10 അടിയിൽ താഴെ അകലമുള്ള 3-5 സെക്കൻഡ് കൊണ്ട് അകത്ത് കയറാവുന്ന അടുക്കള വാതിലിലൂടെ അകത്ത് കയറുമോ? അതോ ആരേലും വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി എമർജൻസി എക്സിറ്റ് സ്പൈറൽ ഗോവണിയിലൂടെ മോളോട്ട് കയറി ലൈറ്റ് അടിച്ച് കാണിക്കുമോ? അതാണ് ചോദ്യം. 2, അടയ്ക്കാർ സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഈ അച്ഛന്മാർ സാധാരണ വേഷത്തിലായിരുന്നു എന്നാണ്. അടക്ക രാജു 23-ാം തീയതിയും 22-ാം തീയതിയും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ചാനൽ ഡിസ്കഷനിൽ തലയിൽ മുണ്ടിട്ട് മൂടിക്കാണിച്ച് ഒരച്ഛൻ ഇങ്ങനെ തോർത്തു മൂടിയും തോർത്തു മൂടി സാധാരണ വേഷത്തിലും മറ്റേ അച്ഛൻ ലോഹയും ഇട്ടിരുന്നു. അപ്പം തോർത്തു മൂടിയ കാര്യം പറയുന്നില്ല, ലോഹയും ഇട്ടിരുന്നു. അപ്പം അടക്ക രാജുവിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പം CBI അനുകൂലികളും അഡ്വക്കേറ്റ് വിദഗ്ധന്മാരും എല്ലാം പറയുന്നേ അത് കൂടാതെ ജസ്റ്റിസ് കെമാൽ പാഷയെ പോലുള്ള അറിവുള്ളവർ പറയുന്നേ
ഒരു കള്ളനായതുകൊണ്ട് അയാളെ വിശ്വസിക്കാമോ എന്നുള്ളതല്ല. കള്ളനെ വിശ്വസിക്കാം. പക്ഷേ കള്ളൻ പറഞ്ഞാലും, അഡ്വക്കേറ്റ് പറഞ്ഞാലും, അച്ഛൻ പറഞ്ഞാലും, പോലീസ് ഓഫീസർ പറഞ്ഞാലും, ഡോക്ടർ പറഞ്ഞാലും, ആര് പറഞ്ഞാലും ആ സ്റ്റേറ്റ്മെന്റ് ഒരു വിലയേ ഉള്ളൂ. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസനീയമായിരിക്കണം. സാധാരണ ജനങ്ങൾക്ക് വിശ്വസനീയമല്ലാത്തത് ജഡ്ജിക്ക് വിശ്വസനീയമായി തോന്നി, അതാണ് പ്രശ്നം. അല്ലാതെ ഒരു കള്ളനെ വിശ്വസിക്കുന്നില്ല ഉള്ളതല്ല പ്രശ്നം. അവിടെ അവരെ വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്. ഒന്ന ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങ് അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഒരു പക്ഷേ ഈ കേസിനെ അങ്ങ് വളരെ പ്രതീക്ഷയുള്ള ഒരു വിധിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ പ്രതികൾ കുറ്റക്കാരാണോ എന്നുള്ളതിനപ്പുറത്ത് കുറ്റക്കാരാണോ നിരപരാധികളാണോ എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലുപരിയായിട്ട് ഇതൊരു സാമൂഹ്യ ദൗത്യം ഈ കേസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് പണവും സ്വാധീനമുള്ള ആളുകൾക്ക് ഈ നമ്മുടെ നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കാൻ കഴിയും എന്ന ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. ആ തെറ്റിദ്ധാരണ നീക്കുന്നു, ജനങ്ങൾക്ക് നിയമവാഴ്ചകളുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതുമായിട്ടൊരു വിധിയാണ്. ആ നിലക്കാണ് ഞാനിതിൽ പ്രാധാന്യം നൽകുന്നത്. കോട്ടയത്ത് നടന്ന ഒരു വെറും കൊലപാതകം എന്നുള്ള രീതിയിലല്ല. വ്യക്തമാണ്. ഈ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ശ്രീ എബ്രാഹിം ചെറിയാന് എന്താണ് പറയാനുള്ളത്? അഡ്വക്കേറ്റ് ജയശങ്കർ എന്റെ കൺക്ലൂസീവായി റെക്കോർഡ് പരമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാതെ, ഇതൊക്കെ രാമൻപിള്ള പറഞ്ഞതല്ലേ, ഇതൊക്കെ കോടതി പറയാത്തതെന്ത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നല്ല, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നു. വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് കെ എം ആന്റണി IPS, ഈ ചർച്ചയിൽ നമ്മൾ ഈ കേസിന്റെ എല്ലാ വശങ്ങളും ഇവിടെ ചർച്ച ചെയ്തു. ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞു ഈ ചർച്ചയിലുടനീളം. ഏറ്റവും ഒടുവിലത്തെ ചോദ്യം ഇതാണ്: ഈ ഒരു കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, ഒരു മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ, ഈ നിലവിൽ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ വിധിയെ പഠിച്ച വ്യക്തി നിലയിൽ താങ്കൾ ഇതിന്റെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുക? ഈ കേസിന്റെ വിധിന്യായവും അതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കേസ് അപ്പീലിൽ, അതായത് ഉയർന്ന കോടതിയിൽ അപ്പീൽ പോകുന്ന വേളയിൽ പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരിഗണിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അഭയ കേസിൽ കോടതി വിധി വന്നെങ്കിലും ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മേൽക്കോടതികളിൽ നിന്ന് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് A. ജയശങ്കറിനും അഡ്വക്കേറ്റ് KM ആന്റണി IPSനും ശ്രീ എബ്രാഹിം ചെറിയാനും നന്ദി.